ഞാൻ പോ ഇവിടുന്ന് പൊന്തേക്കോട് വരുന്നേ? പൊന്തേക്കോട് പോവല്ലടാ ഞാനേ. അല്ല വരുന്നേന്ന് ചോദിച്ചേ. പൊന്തേക്കോട് വരികയെന്ന് വെച്ചാ ഞാന് ലൈലാത്താളെ കൊത്തിരുന്നു വർത്താനം പറയാന്. മൂത്തമ്മി എന്താണ് വല്യമ്മി പോയല്ലോ. അപ്പൊ ഓരാണ് പടിയേറ്റ് കൊണ്ടാക്കാണ്ടി പോയത് ഞാന്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടല്ലേ കൊറേ ലൈലാത്താടെ പോയിട്ട്. ലൈലാത്ത എപ്പോഴും ചെല്ലാൻ പറിച്ചിട്ടുണ്ട്. ചെന്ന എന്തെങ്കിലും തരൂട്ടോ, ചായ കുടിക്കാനൊക്കെ കായ് തരും. കുറച്ച് പണിയൊക്കെ ചെയ്യിപ്പിക്കോളൂട്ടാ. ഓരോ പജ്ജിനെ കെട്ടാനും പജ്ജിനാടും എന്താണ് ഓരോ പുല്ലൂട്ടൊക്കെ ഉണ്ടല്ലോ, പുല്ലൂട്ടിട്ടെടുക്കാനും ഒക്കെ ചെയ്യിക്കും. എന്നിട്ട് എന്നോട് ഇപ്പൊ തന്നില്ല, നോമ്പല്ലേ. ലൈലാത്ത അവിടെ ബിസ്ക്കറ്റ് കെടുക്കാണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ കുറച്ചു നേരം അവിടെ വേറെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോട് തൊഴിലുറപ്പേരുണ്ടായിരുന്നു. ഞങ്ങളപ്പം ഉണ്ടായിരുന്ന ഓരൊക്കെ രാധേച്ചിയും ലക്ഷ്മിയേച്ചും ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോട് വർത്താനം പറഞ്ഞു. അത് ഈ മാസം തന്നെ കഴിഞ്ഞായിരുന്നു. മോനെ അതൊന്നല്ല അസ്യം. ഇന്നലെ ഞാൻ വന്നതല്ലേ വല്യമ്മി കൂടി. മൂത്തുമാക്ക് വല്യമാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരക്കഞ്ഞി. ഈ ചീരക്കഞ്ഞി ഉണ്ടല്ലോ, അങ്ങനെ ഉമ്മാട് പറഞ്ഞു ഈ ഭാഗത്ത് ചീരക്കഞ്ഞി ഉണ്ടാക്കുന്നിട്ടായിരുന്നു. കോട്ടെ അറിഞ്ഞിട്ട് ഉമ്മ ചീരക്കഞ്ഞി അവിടെ മുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രണ്ടാളി മുന്നിൽ വളമ്പി വെച്ച് നോമ്പ് അറിഞ്ഞിട്ട് വല്യമ്മ കുറിച്ച് കഴിക്കാറാണ്. എന്താടി ജി ഇന്നെ ഉപ്പിട്ട് കൊല്ലിയാണ് കൂട്ടുകാണ് ജി ഉപ്പ് കൂടിന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം വെക്കലാണ്. അങ്ങനെ മോനെ അങ്ങനെ നോക്കുമ്പോണ്ട് മൂത്തുമ്മയെ കുറിച്ച് നോക്കിട്ട് മൂത്തുമ്മ പറയാ, മൂത്തുമ്മ പറയണ്ട ഒരു ആവശ്യം അവിടെ വരണില്ല കേട്ടാ. മൂത്തുമ്മ പറയാളാ എന്താണ് വിവാദം വെച്ച് ഇമ്മാക്ക് ഉപ്പ് കൂടുതലാന്ന് കൊടുക്കാൻ പാടുണ്ടാ. ഇമ്മാക്ക് പ്രഷറിന്റെ ആളല്ലേ, ഇമ്മ പ്രഷറിന്റെ ആളല്ലേ. അത് കേട്ടപ്പോ വല്യമാക്ക് ഒന്നുകൂടി ഇതായി. ഓൾക്ക് എന്നോട് ദേഷ്യാണ്. ഓൾക്ക് എന്നോട് ദേഷ്യാണ്. ഓള് ഇപ്പോട്ടില്ല ഇതാക്കണേ. നമ്മളിപ്പോ 2 ദിവസമായിട്ട് വന്നിട്ട് നമ്മള് പോണില്ലല്ലോ. ആ ദേഷ്യം തീർക്കാണ്. അല്ലെങ്കിൽ മൂത്തമ്മ അറിയാം മൂത്തമാക്ക് ഈ എരിതീയിൽ എണ്ണ വെക്കേണ്ട ആവശ്യം ഉണ്ടാവും അല്ലേ. വല്യമാക്ക് വേഗം ദേഷ്യം വെക്കാം. അങ്ങനെ എന്നോട് പറയാൻ അങ്ങനെ ഞാൻ കുടിച്ചു നോക്കുമ്പോ മോനെ ഉപ്പ് അങ്ങനെ ഉപ്പൊന്നുമില്ല. ഇമ്മയും കുടിച്ചു നോക്കി പാകത്തിന് ഉപ്പുള്ളൂ. പിന്നെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞു? അങ്ങനെ തന്നെയാണ്. എന്ത് കിട്ടിയാലും എന്ത് കൊടുത്താലും ഓരോന്ന് പിടികൊടുത്തുകൊണ്ട് വെക്കും. പ്രായതല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ. കണ്യാങ്ങ അവിടെ കണ്യാങ്ങ ഉണ്ടല്ലോ വല്യമ്മ. മറ്റേ ചേച്ചി വന്നിരുന്നു, ചേച്ചി അവിടെ വെറുതെ എടുക്കാണ്ടി വന്നതാ. അപ്പൊ അറിയാം ഇത്ര പോലെ കണ്യാങ്ങ കണ്ടുണ്ടല്ലോന്ന്. അത് കേട്ട് വല്യമ്മ അറിയാം. ഇവര് മാങ്ങ ചോദിച്ചിട്ട് തരൂല ചെക്ക മറ്റവർക്ക് കൊടുക്കാനൊക്കെ വലിയ വളവാനാണ്. ഞാൻ എന്നോട് പറയാ വാവാ എത്ര പോലെ കൊടുക്കുമ്പോ വല്യമ്മ എന്നോട് പറയുന്ന എനിക്ക് വേണ്ടടാ അത് പോയിട്ട് കൊടുന്നു തന്നാ മതി. എന്നിട്ട് വല്യമ്മ പെണ്ണേത്തിനോട് പറഞ്ഞിട്ട് പെണ്ണേത്തി ഞങ്ങൾ ഇവന്റെ മുഖത്തേക്ക് നോക്കും. പെണ്ണേത്തിക്ക് പറഞ്ഞൂടെ വല്യമ്മാനോട് വല്യമ്മ അതൊക്കെ തരൂന്ന്. പെണ്ണേത്തി അപ്പൊ എന്നോട് പറയാം കുഞ്ഞാപ്പുവാ വല്യമാക്ക് മാങ്ങ കൊടുക്കാണ്ടാ കുത്തുമ്പരത്തൊക്കെ മേടിച്ചോണ്ട്. അത് കേട്ടപ്പോ വല്യമാക്ക് ഒന്നുകൂടി ദേഷ്യം. ചെക്കൻ കണ്ടില്ലേ, ചെക്കൻ ഇങ്ങനെ മുറ്റാട്ടിക്കുന്നു ഇമാനോട്. അങ്ങനെ മോനെ ഞാനൊക്കെ സഹിച്ചു. വല്യമ്മ പോകുമ്പോ കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താണ് കൊറേ വർത്താനൊക്കെ വന്നിട്ട് മൂത്ത് മറിഞ്ഞു പോവാൻ നേരത്തു ഈ ഭാഗത്ത് 25 ആയിട്ടുണ്ട് വാട്ടാ ചക്കനെ കൂട്ടിട്ടുണ്ട് പോലുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നാലും വേണ്ടില്ല ആയിക്കോട്ടെ അറിഞ്ഞു. നമുക്ക് സമാധാനായി ആയിട്ടേലോ. സമാധാനിപ്പിച്ച് അപ്പൊ ഉമ്മ പറഞ്ഞു വല്യമാരോട് ഉമ്മ നിങ്ങൾ ഇനി 2 ദിവസം കഴിഞ്ഞ് പോവാ. അപ്പൊ അതിന് വല്യമാരാളാ അനക്ക് ഇഷ്ടം കൊണ്ടുള്ള നിർത്താൻ പറിച്ചാലും നല്ലത്. അന്റെ ആ വർത്താനം കണ്ടാ തന്നെ അറിയാം. ഈ വന്ന പാട് എന്തേന്ന് പറഞ്ഞിരുന്നത് ഇരിനോളിയും കുടിച്ചോളിന്ന്. ഇപ്പൊ എന്താ എന്റെ നാവ് പൊന്തിന് ചോദിച്ചു. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു അതല്ലേ വല്യമാനോട് നിങ്ങൾ എന്താ പെരുന്നാളം കഴിച്ചു. എന്റോടല്ല പെരുന്നാളം കൂടെ എനിക്ക് ഒരു കുടിയും പേരൊക്കെ ഉണ്ട്. ഞാൻ പോവുക എന്നിട്ട് മുത്തുമാനം കൂട്ടിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്തിട്ട് ഞാനും കയറി. ഞാൻ ഇന്നിട്ട് കുറച്ചേരം വർത്താനം പറയുന്നിട്ട് അവിടെ വീടിന്റെ അവിടെ ഇറങ്ങി. മൂത്തുമ്മ ഒന്നും തന്നില്ല. ഒന്നും തന്നില്ല. പിന്നെ പിന്നെ തരുമെന്ന് അങ്ങനെയാണ് ലൈലാത്താടെ പോയിട്ട് ഞാൻ അല്ല ഓലും അങ്ങോട്ട് എത്തിക്കണ വിളിച്ച് പോയിട്ട് ഉമ്മ എന്താ കാട്ടണ്? ഉമ്മ മോനെ അതാണ് പറഞ്ഞേക്കാണ് അലീമി മൂത്തുമ്മി വന്ന കാരണം ഉമ്മാക്ക് ആസാത്താർക്ക് പണിക്ക് പോകാൻ വേണ്ടി സാത്താർക്ക് ഒന്നും പണിക്കോകാൻ പറ്റിയില്ല. അതെന്താണ് അതേമാതിരി ഇവര് ചെല്ലാൻ പറഞ്ഞു. ആ ചേച്ചിയുടെ പേര് മറന്നല്ലേ. എന്നിട്ട്
ആ ചേച്ചിയോട് എന്താ കുറച്ച് പണിയുണ്ട് പറഞ്ഞു. അതുകൂടി ചെല്ലാൻ പറ്റില്ല. ഉമ്മ ഒരു ദിവസം പറഞ്ഞു എന്താണ് ഇപ്പം ഇന്നലെ പറഞ്ഞു നിങ്ങള് താത്തയും ഉമ്മയും ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കുറച്ചേരത്തെ പണി ഉണ്ടായി ചെയ്ത് തരാം. അതിന് ഉമ്മാണ്ട് വല്യമ്മാണ് ചാടിയില്ലേ, എനിക്ക് പൈസ 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 എന്ന് മതി, ഞങ്ങളവിടെ കൊടുത്തിട്ട് ഇവിടെ എത്തിക്കാണ്, ഞങ്ങൾ പോയ ദിവസം പോയാൽ മതി പണിക്ക്. അങ്ങനെ ഉമ്മ പോയില്ല. എന്നിട്ട് ഉമ്മ പോയ പാട് ഉമ്മ പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെ പാടാവോ. സൈനി ചേച്ചി ചെല്ലാൻ പറഞ്ഞു. ആ ചേച്ചിയുടെ പേര് മറക്കും ചെയ്തു. അവിടെ എന്താ എന്തെങ്കിലും കൊടുക്കാനാവും. സൈനി ചേച്ചി പാവാണ്, ചക്കി മാങ്ങൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ഉമ്മ അവിടെ പോയിട്ടുണ്ട്. മോനെ ഇപ്പൊ നോമ്പായിട്ട് ഇപ്പൊ എന്താ പരിപാടി? എന്തൊക്കെ ഉണ്ടാക്കണ്? ഇന്നലെ കൊണ്ട ബാക്കിയൊക്കെ ഉണ്ടടാ, അതൊക്കെ അടുത്തുള്ള പെരേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടാക്കി എടുക്കാന്ന് മോനെ കായ് ചെലവായിക്കുന്നു മോനെ, അറിയോ? കുഞ്ഞാപ്പോ ഇനി സമയം കാണണ്ട, ഞാൻ പോയിക്കോ. ഞാൻ പോകണം. വർത്താനം പറയുന്നത് നേരം പോണ അറിയില്ല.